ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഹെൽത്തി ആയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം. കുട്ടികൾക്ക് എപ്പോഴും ബേക്കറിയിൽ നിന്നുള്ള ഐറ്റംസ് തന്നെ വാങ്ങിച്ചു കൊടുക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഐറ്റം കൂടെ ഒന്ന് പരീക്ഷിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിലേക്ക് ഈ വെള്ളം പോയിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. അരിയൊക്കെ മൊരിഞ്ഞ് പൊട്ടി വരുന്നത് പോലെ തന്നെ നുറുക്ക് ഗോതമ്പും നന്നായിട്ട് മൊരിഞ്ഞ് പൊട്ടി വരും. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് സൈഡിലേക്ക് വെക്കാം. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾക്ക് ഏലക്ക മുഴുവനായിട്ടാണ് ഉള്ളതെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്ക പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. അതുപോലെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ പിന്നീട് ചേർക്കാം. ഇപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ചൂടായിരിക്കുന്ന അതേ പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. തേങ്ങയും നന്നായിട്ടൊന്ന് വെള്ളം മാറ്റി ഒന്ന് ഉണക്കിയെടുക്കണം. കുറച്ച് സമയം ഇങ്ങനെ കിടന്ന് കഴിയുമ്പോഴത്തേനും ആ തേങ്ങയിൽ ഈർപ്പം മാറും. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി ഒരു മിക്സിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് തണുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. ഞാനൊരു 3/4 ബോൾ ശർക്കര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പിൻ്റെ അളവിലാണെങ്കിൽ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തേരമാണോ നുറുക്ക് ഗോതമ്പ് എടുക്കുന്നത് അതനുസരിച്ച് ശർക്കര കൂട്ടിയെടുക്കുക. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, വലിയ ഗ്ലാസ്സാണ്, അതിനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് നൂൽപ്പരുവായി വരേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ചൊന്ന് അലുത്ത് വന്നാൽ മതി. ഇനി മറ്റൊരു പാനിലേക്ക് നമുക്ക് ഈ ശർക്കര പാനി അങ്ങ് അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കോട്ടെ. അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പും ഏലക്കയും കൂടെ ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. അതിലെ കട്ടകളൊക്കെ ആ തവി വെച്ച് പതുക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ അത് ആ ശർക്കരപ്പാനിയുമായിട്ട് അങ്ങ് മിക്സ് ആകും. അപ്പോൾ തന്നെ ഞാൻ ആ വറുത്ത തേങ്ങയും അതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ പീസുകളായിട്ട് കിടക്കാതിരിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ തേങ്ങയും കൂടെ ചേർത്ത് ഞാനിപ്പോൾ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയാണ്. ചെറിയ സ്പൂണിനാണ് ചേർത്തേക്കുന്നത്. ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെടുത്ത് ഏലക്കാടെ പൊടിയാണെങ്കിൽ ഈ സമയത്ത് ഏലക്കാടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ, പൊടിച്ച ജീരകമാണ് കയ്യിലുള്ളതെങ്കിൽ ഈ സമയത്ത് തന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാം. ഈ നുറുക്ക് ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തും തേങ്ങയും ശർക്കരയും ആ ഏലക്കാടെ ടേസ്റ്റും ഒക്കെ എത്തണം. അപ്പോൾ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഇത് കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കയ്യിലൊരല്പം നെയ്യ് എടുത്തിട്ട് 2 കയ്യിലും ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നുറുക്ക് ഗോതമ്പിന് പകരം നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന കുത്തിരി, അതായത് മട്ടയരി ഉപയോഗിച്ചിട്ടും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കാം. ആദ്യമേ അരി കഴുകി നന്നായിട്ട് വെള്ളം വാലാൻ വെക്കുക. അതിനുശേഷം ഇപ്പം നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് ചെയ്തതുപോലെ തന്നെ വറുത്തെടുത്തിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ് അതും ചെയ്യേണ്ടത്. ഈ ഒരു വലിപ്പമുള്ള ബോളുകളായിട്ടാണ് ഞാനിത് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മിക്സ് മുഴുവനായിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് ടിന്നിലൊക്കെ അടച്ചു വെച്ചാൽ ഒരു 3-4 ദിവസം വരെ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. തേങ്ങയൊക്കെ വറുത്ത് ചേർത്തേക്കുന്നതുകൊണ്ട് ഒരാഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ കോൺ സിറപ്പൊക്കെ അധികം ചേർത്ത് വരുന്ന ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കാതെ ഇതുപോലെ ഹെൽത്തി ആയിട്ട്, നുറുക്ക് ഗോതമ്പൊക്കെ നല്ല ഹെൽത്തിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുത്താൽ ഇതൊരു പഴയകാല ഐറ്റവുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇതിപ്പോൾ മുഴുവൻ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇത് വളരെ കട്ടിയായിട്ടൊന്നും അല്ല ഇരിക്കുന്നത്, സോഫ്റ്റായിട്ട് തന്നെയാണ്. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും, അത്രയേ ഉള്ളൂ. എന്നാലും നമ്മൾ ഈ അവലോസുണ്ടയൊക്കെ ഇരിക്കുന്ന പോലെ അത്രയും കട്ടിയൊന്നും ആയി വരത്തില്ല. കുട്ടികൾക്കൊക്കെ ഈസിയായിട്ട് കഴിക്കാൻ പാകത്തിനാണ് ഇത് ഇരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ബൈ.